ഒരു കൈ മാത്രം കണ്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണോ ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണണ്ടേ. അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് 1-2 തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് വരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ച് അല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട്. പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ 294 ഓഫ് IPC പബ്ലിക് ന്യൂസൻസ് ആണ്, സെക്ഷൽ ഹരാസ്മെന്റും ആണ്. ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടക്കിട്ട് 2 എണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പൊ എന്റെ ചെലവില് ഇങ്ങനെ 2 ആഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട. കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശ് വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അഭിനയ സിംഹം. ഈ ഒരു പ്രമുഖനെ 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ, ഈ തലയോ, ഈ സ്പെക്സോ, ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലിരുന്ന 2 പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാവം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്, അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലേ. ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ? അപ്പൊ ഷെയർ ചെയ്തോളൂ കേട്ടാ. ആ മുട്ടത്തലയും കൈയുടെ ആ മുദ്രയൊക്കെ കാണുമ്പോൾ വീട്ടിലെ ജോണി സിൻസിന്റെ ഫോട്ടോ മാലയിട്ട് ഡെയിലി അതിൽ തിരി എണ്ണ ഒഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരിക്കണം അപ്പൂപ്പൻ. പണ്ടേ തുടങ്ങിയ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മൂത്ത് പ്രായമായപ്പോൾ ഇങ്ങനെ ആയി പോയതാണ് പാവം. എന്തായാലും അയാളെ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി. എന്തെങ്കിലും ആവശ്യം മൂത്ത് നിങ്ങൾ അങ്ങനെ അടിക്കണം ചെയ്യുന്നെങ്കിൽ അപ്പം തന്നെ അങ്ങനെ മറിഞ്ഞ് താഴെ വീണ് പാവളൊന്ന് ചാവും. അതോടുകൂടി നിങ്ങൾ കൊലപാതക കുറ്റത്തിനകത്തു ആവും. കത്തിത്തിരുന്ന കമ്പിത്തിരിക്കും കുറച്ചല്പം വെടിമരുന്ന് കാണുമല്ലോ എന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഈ എണീച്ചടക്കാൻ പറ്റുന്ന പ്രായത്തിൽ ഈ കഴപ്പെങ്കിൽ ആയ കാലത്തിൽ ഇങ്ങനെ എന്തായിരിക്കും? ഇങ്ങനെ പെണ്ണുമ്പിള്ളിയൊക്കെ ജീവനോട് കള്ളക്കളവൻ മോട്ടത്തലയൻ. ഓ സോറി, ബോഡി ഷേമിങ്.